രാജ്യത്തിന്റെ ഫെഡറൽ ജനാധിപത്യ സംവിധാനങ്ങളെ തകർത്തെറിയുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. രാജ്യത്തെ എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുക എന്ന നിർദ്ദേശമാണ് കോവിന്ദ് കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ 2 വർഷത്തെയോ 2.5 വർഷത്തെയോ ഇടവേളകളിൽ വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുക എന്നതാണ് കമ്മിറ്റി മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശം. ഇതിനാണിപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുമിച്ചും 100 ദിവസത്തിന് ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പും നടത്തണമെന്നാണ് കോവിന്ദ് സമിതി നിർദ്ദേശം. എല്ലാ ഇലക്ഷന് വേണ്ടിയും പൊതു വോട്ടർ പട്ടിക തയ്യാറാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. ബില്ലിൽ പ്രതിപക്ഷം എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. ഇത് അവഗണിച്ചാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് പ്രായോഗികമല്ലെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത്. ഇതിനോട് യോജിക്കാനാവില്ലെന്നും ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണെന്നും ഖാർഗെ പറയുന്നു. നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. ശൈത്യകാല സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ശുപാർശ നടപ്പിലാക്കാൻ പുതിയ സമിതിയെ ഉടൻ രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നു മുതൽ നടപ്പിലാക്കുമെന്ന് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും 2029 മുതൽ ഇത് നടപ്പിലാക്കാനാണ് നീക്കമെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വന്നാൽ 17 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ കാലാവധി 3 വർഷമോ അതിൽ താഴെയോ ആയി വെട്ടിച്ചുരുക്കേണ്ടി വരും. ലോക്സഭയിലേക്ക് ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നാൽ ആ സർക്കാരിന്റെ കാലാവധി മുൻ സഭയുടെ 5 വർഷം കാലാവധിയിൽ ശേഷിച്ചിരിക്കുന്ന സമയത്തേക്ക് മാത്രമാകും. എന്നാൽ നിലവിൽ വരുന്ന നിയമസഭയുടെ കാലാവധി ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്ന ദിവസം വരെയായിരിക്കും. പുതിയ സംവിധാനത്തിനായി 18 ഭരണഘടനാ ഭേദഗതി നടത്തേണ്ടി വരും. ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുമിച്ചാക്കാൻ സംസ്ഥാനങ്ങളുടെ അംഗീകാരം വാങ്ങേണ്ടതില്ല. എന്നാൽ പൊതു വോട്ടർ പട്ടിക തയ്യാറാക്കൽ, പൊതു വോട്ടർ കാർഡ് അനുവദിക്കൽ, മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൊതു തിരഞ്ഞെടുപ്പിന് ഒപ്പമാക്കൽ തുടങ്ങിയവയ്ക്ക് സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത്. NDA സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത് നടപ്പിലാക്കുമെന്നാണ് BJP പറഞ്ഞിരുന്നത്. പ്രകടന പത്രികയിലെ ഈ വാചകം ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൂചിപ്പിച്ചിരുന്നു. 3ാം നരേന്ദ്രമോദി സർക്കാരിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയം നടപ്പിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഈ രംഗത്തുള്ളവർ നൽകിയിരുന്ന സൂചന. സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാ എതിർപ്പിനെയും മറികടന്നാണ് മന്ത്രിസഭ ബില്ലിന് അംഗീകാരം നൽകിയത്. ഇന്ന് രാജ്യം പിന്തുടരുന്ന തിരഞ്ഞെടുപ്പ് രീതികളിലൂടെ പോയാൽ രാജ്യം ഒരു കാലത്തും പുരോഗതിയിലെത്തില്ലെന്നാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. എന്നാൽ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പോളം സംസ്ഥാന തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സംവിധാനത്തിലേക്ക് രാജ്യം പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. സമിതി പ്രതികരണം തേടിയ 47 രാഷ്ട്രീയ പാർട്ടികളിൽ 32 പേരും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിനെ പിന്തുണച്ചെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. CPM, കോൺഗ്രസ്, AAP, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, RJD തുടങ്ങിയ 15ഓളം പാർട്ടികൾ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് കേന്ദ്രീകൃത ഏകാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തെ പ്രതിഷ്ഠിക്കുന്നതാണ് പുതിയ സംവിധാനമെന്ന് CPM ചൂണ്ടിക്കാണിച്ചിരുന്നു. ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ട 2/3 ഭൂരിപക്ഷം ലോക്സഭയിൽ ഇല്ല എന്നത് BJPയുടെ നീക്കത്തിന് തിരിച്ചടിയാകും. സഖ്യകക്ഷികളായ തെലുങ്കുദേശം പാർട്ടിയും ജനതാദൾ യുവും ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നതും BJPക്ക് തലവേദനയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്.